അഞ്ജു കിഴക്കേക്കോട്ടയിലാണ്. അഞ്ജു കുറച്ച് മുൻപ് അഞ്ജു സംസാരിക്കുമ്പോൾ നിങ്ങൾ നാട്ടുകാർ തമ്മിലൊക്കെ കണ്ടുമുട്ടി, നിങ്ങൾ സൗഹൃദമൊക്കെ കൈമാറി നമ്മൾ കണ്ടു. പലതരത്തിലുള്ള നാട്ടുകാരെയും കൂടിയൊക്കെ പരിചയപ്പെടാനുള്ളൊരു സമയമാണ് ആറ്റുകാൽ പൊങ്കാല. വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ വരും. അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് അത് വേറെയാണ്, അവരുടെ ഒരു സന്തോഷം വേറെയാണ്. പിന്നെ നാട്ടുകാരുണ്ട്. അപ്പോൾ ഇനി ആ ഒരു കാത്തിരിപ്പാണ്. ഭക്തിപൂർവം ദേവിയെ മാത്രം സ്മരിച്ചുകൊണ്ട് തങ്ങളുടെ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ മാറിപ്പോകണമേ എന്നുള്ളൊരു അപേക്ഷയോടുകൂടി, ആ ഒരു സന്തോഷത്തോടു കൂടി അടുത്ത വർഷം വീണ്ടും വരാൻ കഴിയണമേ എന്ന ആശയോടുകൂടി പൊങ്കാല അർപ്പിക്കാനുള്ളൊരു കാത്തിരിപ്പിലാണ് ഇനി ഭക്തജന ലക്ഷങ്ങൾ. അതും സമയമെണ്ണിയുള്ള കാത്തിരിപ്പ്. അവസാനവട്ട ഒരുക്കം കിഴക്കേക്കോട്ടയിൽ എങ്ങനെയാണ് അഞ്ജു? സേതു, അതിരാവിലെ കഴിഞ്ഞ ദിവസം വന്നവർ അങ്ങനെ ദിനം പ്രതിയായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അനേക ലക്ഷം ആളുകളാണ് ഈ അനന്തപുരിയുടെ നഗരവീഥികളിൽ ഉൾപ്പെടെ ഈ പൊങ്കാലക്കായിട്ട് എത്തിയിരിക്കുന്നത്. അവർ അവരുടെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇവിടെയുള്ള ചേച്ചിമാരോട് തന്നെ ചോദിക്കാം. എവിടുന്ന ചേച്ചി വരുന്നത്? കാട്ടാക്കട. ഓക്കെ, എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ? എല്ലാ വർഷവും ഇല്ല, പറ്റുന്ന സമയം വന്നിടാറുണ്ട്. എന്തൊക്കെയാ ഇന്ന് നേദിക്കുന്നേ? ഇന്ന് ശർക്കര പായസമുണ്ട്, പിന്നെ പെരളിയുണ്ട്, മണ്ടക്കുറ്റുണ്ട്. അമ്മ ഒരു നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ തൊപ്പിയൊക്കെ വെച്ച് ഇരിക്കുക. എവിടുന്ന് വരിക? വളനാട്. എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ട്. ഇത്തവണ എന്തൊക്കെയാ നേദിക്കുന്നേ? ഇത്തവണ പൊങ്കാല, മണ്ടപ്പുറ്റും തെരളി. പ്രത്യേക എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കല്ല. അങ്ങനെ സാധിക്കാണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ അമ്മേരെ നടയിൽ പോകേ ഉള്ളൂ. ഇത്തവണ നടയിലിടാൻ പറ്റാത്തതിന് സങ്കടമുണ്ടോ? ഇല്ല. നമ്മളെ നടയിൽ അങ്ങനെ പോകാൻ നമുക്ക് പറ്റിയിട്ടില്ലല്ലോ. നമ്മളെ മണ്ടക്കേട്ടൊക്കെയാണ് ചെന്ന് ഇടുന്നത്. ഇന്ന് മാത്രം ഇപ്പോൾ ഇവിടെ ആയെന്നേ ഉള്ളൂ. അത്തരത്തിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ അവരവരുടെ നേദിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവരും കാത്തിരിപ്പാണ് ആ നിമിഷത്തിന് വേണ്ടിയിട്ട്. അത് ചേച്ചി, നല്ല വെയിലാണല്ലേ? പിന്നെ ഇത്തവണ എന്താണ് അമ്മയ്ക്ക് നേദിക്കുന്നത്? മണ്ടപ്പുറ്റ്, തെരളിയപ്പം, വെള്ളപ്പായസം, പായസം. എവിടുന്നാ വരുന്നത്? നെടുമങ്ങാട്. ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, ഉണ്ടോ കൂട്ടരെ ചോദിക്കാം. വെയിലായിട്ട് ഇരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഈ ചൂടോ വെയിലോ ഇതൊന്നും വകവയ്ക്കാതെ ഈ അവരുടെ ആ ഒരു കാത്തിരിപ്പാണ് സേതു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. അവരൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി ആ നിമിഷത്തിലേക്ക്, പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നാൽ ഉടൻ ഇവിടേക്കും ആ അഗ്നി എത്തിച്ചേരും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. ഇപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആ നടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വലിയ തരത്തിലുള്ള തിരക്ക് ഒഴുകി വരുന്നത് കാണാം. എല്ലാവരും കുടുംബത്തോടൊപ്പവും കൂട്ടുകാരോടൊപ്പവും വളരെ ദൂരെ നിന്ന് ഉൾപ്പെടെ ആളുകൾ വരുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരോടൊക്കെ ചോദിച്ചു നോക്കാം. അമ്മ, എവിടുന്ന് വരിക? വെഞ്ഞാറമൂട്. എല്ലാ തവണയും പൊങ്കാലക്ക് വരാറുണ്ട്. എവിടെയാ പൊങ്കാല ഇടുന്നത്? ഇവിടെ തന്നെയാണോ? അതെ, കിഴക്കേക്കോട്ട ആ ബസ് വളയുന്നതിന്റെ അവിടെ ഇടുന്നത്. എന്തൊക്കെയാ ഇത്തവണ നേദിക്കുന്നേ? ഇതൊക്കെ പുറ്റ്, വെള്ള പായസം, തെരളി. കഴിഞ്ഞ മാസം ഇതൊക്കെ തന്നെ ഇടുന്നത്. എല്ലാ വർഷം വരുമ്പോഴത്തേക്ക് എല്ലാം ഇടും. സന്തോഷത്തിലാണ്. പൊന്നമ്മച്ചിന്റെ നടയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ വർഷം എത്തുമ്പോൾ തന്നെ ഒരു വിപ്രാളമാണ് വരാനായിട്ട്, വന്ന് എത്താനായിട്ട്. സന്തോഷമായിട്ട് അല്ലേ? എവിടുന്ന് വരുന്ന? കഴക്കൂട്ടം. എല്ലാ തവണയും വരാറുണ്ടോ? വരാറുണ്ട്. ഇവിടെ തന്നെയാണ്. എവിടെ പൊങ്കാല ഇടുന്നത്? ചേച്ചി. ഓ, ബന്ധുക്കളാണല്ലേ? ഓക്കെ. അങ്ങനെ കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ച് പലയിടങ്ങളിലായിട്ട്. എവിടെ നമ്മ വരുന്നത്? ഉടപ്പനക്കുന്ന്. എല്ലാ തവണയും പൊങ്കാലിടാൻ വരാറുണ്ട്. കുടുംബത്തോടൊപ്പമാണോ? ഇല്ല, ഇന്ന് മാത്രമേ അല്ലേ മോള് വരും. ഓക്കെ, ഇത്തരത്തിലാണ് ഓരോരുത്തരുടെയും പൊങ്കാല വിശേഷങ്ങൾ. ഇങ്ങനെയാണ് സേതു. എന്തായാലും അവരെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതാ നമുക്ക് കാണാൻ സാധിക്കും. നിരനിരക്കുന്ന അടുപ്പുകളും അവിടെ കാത്തിരിക്കുന്ന. വെയിലോ അത്തരത്തിലുള്ള ചൂടോ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഇവർ ആ നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. എന്തായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടാണ് ഇത്തവണ സർക്കാരും പോലീസ്. അഞ്ജുവിലേക്ക് മടങ്ങിയെത്താം. വവൽസ് ബൈ JP എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു കമന്റ് വന്നിട്ടുള്ളത് സ്വാതിയും അഞ്ജുവും കാണാൻ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഞ്ജു ഇപ്പം കേട്ടു, ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. സ്വാതിയും വഴിയെ ഞാൻ അറിയിച്ചേക്കാം.